ഒരു കള്ളൻ പമ്മി പമ്മി നമ്മുടെ വീട്ടിലേക്ക് വരുവാണ്. അവൻ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ വാതിൽ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഡോർ സെൻസർ ആണോ മോഷൻ ഡിറ്റക്ഷൻ സെൻസർ ആണോ നമുക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നത്? ഡോർ കോണ്ടാക്ട് സെൻസറിന് രണ്ട് ഭാഗങ്ങളാണ് വരുന്നത്. ഇതൊരു ചെറിയ മാഗ്നറ്റ് ആണ്. ഇത് നമ്മുടെ ഡോറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇത് നമ്മുടെ കട്ടളയിലേക്ക് വെക്കുന്ന അല്ലെങ്കിൽ ഫ്രെയിമിലേക്ക് വെക്കുന്ന സെൻസറാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കൂടെ ഇങ്ങനെ ചേർന്നായിരിക്കും നമ്മുടെ ഡോറ് അല്ലെങ്കിൽ വിൻഡോ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ ആരെങ്കിലും ഇത് തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഈ മാഗ്നറ്റും ഈ സെൻസറും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് വിടുകയും ഈ സെൻസർ ഒരു ട്രിഗർ നമ്മുടെ ഹബിലേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അലാം അടിക്കുന്നതും ലൈറ്റ് തെളിയിക്കുന്നതുമായിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഡോർ കോണ്ടാക്റ്റ് സെൻസറിനുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഡോറ് തള്ളി തുറന്നാൽ മാത്രമാണ് ഈ ഒരു ട്രിഗർ ഹബിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോർ കോണ്ടാക്ട് സെൻസറും കൂടെ വരുന്നുണ്ട്. കാണാൻ ഏകദേശം ഇതുപോലെ തന്നെ സെയിം ആണെങ്കിൽ പോലും ഇതിനകത്തൊരു വൈബ്രേഷൻ സെൻസർ കൂടെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഡോറ് തുറക്കുന്നതിന് മുമ്പേ തന്നെ പലപ്പോഴും പല കമ്പിയോ അല്ലെങ്കിൽ ചുറ്റിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഈ ഡോറിൽ ശക്തമായിട്ട് അടിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡോർ കോണ്ടാക്ട് സെൻസറിനകത്ത് വർക്ക് ചെയ്യുന്ന ആ ഒരു വൈബ്രേഷൻ സെൻസർ അത് വർക്ക് ചെയ്യുകയും അലാം അടിക്കുകയും ചെയ്യും. അതായത് തുറക്കണം എന്നില്ലെന്നർത്ഥം. അതാണ് ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിന് ഉള്ളിലൂടെ അല്ലാതെ കള്ളന് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഡോർ കോണ്ടാക്ട് സെൻസർ വയ്ക്കുന്നത് ഒരു സുരക്ഷ നമുക്ക് നൽകില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ PIR മോഷൻ സെൻസറുകളുള്ളത്. ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിനകത്ത് ഏറ്റവും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും കൂടി ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട സെൻസറാണ് PIR മോഷൻ ഡിറ്റക്ഷൻ സെൻസർ. ഇത് രണ്ട് ടൈപ്പ് വരാറുണ്ട് കേട്ടോ. ഔട്ട്ഡോർ സെൻസറും വരുന്നുണ്ട്, ഇൻഡോർ സെൻസറും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇൻഡോർ സെൻസറാണ്. ഇത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കറക്റ്റായിട്ടുള്ള ആംഗിളിലല്ല ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ ഇതിന് ഒരു ഫലവും നമുക്ക് കിട്ടില്ല. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കിവിടെ ഒരു സ്ക്രൂ കാണാൻ പറ്റും. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ പറഞ്ഞതുപോലെ ഉള്ള ബാറ്ററി, അതായത് CR123 എന്നുള്ള ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ടെണ്ണം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ വൺസ് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 1 ഇയറിലേക്ക് ഈ ഒരു സെൻസറിൻ്റെ ബാറ്ററി കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് വയേർഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി നല്ല സെൻസറിന് പവർ കിട്ടുന്നത്. ഈ ഒരു സെൻസറിന് 12 മീറ്റർ ഡിസ്റ്റൻസ് കവറേജ് ആണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 90 ഡിഗ്രി കവറേജും വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ സെൻസറിന് 30 കിലോഗ്രാം പെറ്റ് ഇമ്മ്യൂണിറ്റിയും വരുന്നുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയൊന്നും ഈ ഒരു ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്യില്ല. ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യണത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ജീവിയുടെ എക്സാക്റ്റ് ടെമ്പറേച്ചർ നോക്കിയിട്ടല്ല. ഇപ്പോൾ ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പനിയൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചർ നോക്കിയിട്ടല്ല ഈ ഡിവൈസ് വർക്ക് ചെയ്യണത്. പകരം ആ വരുന്ന ഹീറ്റ് സോഴ്സിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അനാറ്റോമി അനലൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ ലോ കോസ്റ്റ് ഡിവൈസുകൾ നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു AI ടെക്നോളജിക്കും കൂടെ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ നോക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലൊരു ഹീറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും. അതായത് നമ്മളൊരു സാധാരണ മോഷൻ സെൻസർ അല്ല വാങ്ങിക്കേണ്ടത്, നമ്മൾ ഇതേപോലെയുള്ള പെറ്റ് ഇമ്മ്യൂണിറ്റിയും കൂടെ ഉള്ള AI ടെക്നോളജിയും കൂടെ വർക്ക് ആകുന്ന രീതിയിലുള്ള സെൻസറുകളാണ് എടുക്കേണ്ടത്. അങ്ങനെയുള്ള സെൻസറുകൾ നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ ഫോൾസ് അലാംസ് നമുക്ക് ഒഴിവാക്കാം. എന്തായാലും ഒരു CCTV അല്ലെങ്കിൽ AI ഡിറ്റക്ഷൻ ഉള്ളൊരു ക്യാമറ വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എപ്പോഴും ഒരു സെൻസർ നമുക്ക് റിസൾട്ട് തരും. അപ്പോൾ PIR മോഷൻ ഡിറ്റക്ടർ ആണെങ്കിലും ഡോർ കോണ്ടാക്ട് സെൻസർ ആണെങ്കിലും രണ്ട് ഡിവൈസിനും രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. രണ്ടും നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം തന്നെയാണ്. ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുമ്പ് നല്ല അറിയാവുന്ന ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്ന് വീടും പരിസരമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് മാത്രം പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യുക. വെറുതെ നമ്മൾ ഓൺലൈനിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും 100% ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സാപ്പ് അയച്ചാൽ മതി.